ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് മോഡൽ എക്സാം ആണ്. ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട 5ാം ക്ലാസ്സിൻ്റെ മോഡൽ എക്സാം. ബേസിക് സയൻസ് ആണ്, അടിസ്ഥാന ശാസ്ത്രമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2 മണിക്കൂർ സമയമാണ്, 30 മിനിറ്റ് ആണ്. ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ക്വസ്റ്റ്യൻസും ആൻസേഴ്സും. ഓക്കെ, ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ച് ആൻസർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിൽ തന്നിരിക്കുന്ന ആൻസർ കീ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദെൻ ക്ലാസ്സിൽ കണ്ട് ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 1, ലുക്ക് അറ്റ് ദി ഇലസ്ട്രേഷൻ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ചിത്രം നോക്കുക. റൈറ്റ് സൂട്ടബിൾ ടൈറ്റിൽസ് ഫോർ ദ ഫാക്ടേഴ്സ് ഗിവൺ ഇൻ ദ പിക്ചർ ആൻഡ് ക്ലാസിഫൈ ദം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ സൺലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കൊക്ക്, മരങ്ങൾ, വെള്ളം എല്ലാം ഉണ്ട് അല്ലേ. ഇതിനെ ക്ലാസിഫൈ ചെയ്യണം. എ കോളത്തിലും ബി കോളത്തിലും എന്തെങ്കിലും ടൈറ്റിൽ കൊടുത്ത് ഒരു ഹെഡിങ് കൊടുത്ത് താഴെ വരുന്നത് എന്തൊക്കെയാണെന്ന് എഴുതണം. ഓക്കെ, ബി ക്വസ്റ്റ്യൻ, പ്രിപ്പയർ ദ ഫുഡ് കാർഡ് ഓഫ് എനി വൺ ഓഫ് ദ ഓർഗാനിസം ഇൻ ദ പിക്ചർ. ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിൻ്റെ ഫുഡ് കാർഡും തയ്യാറാക്കുക. Activity 2, mosquitoes breed in the stagnant water in discarded bottles, coconut shells and plastic covers. A situation in which mosquitoes breed is given below. അതായത് കൊതുകുകൾ പെരുകുന്ന സാഹചര്യങ്ങളാണ് തന്നിരിക്കുന്നത് കേട്ടോ. Write any similar situations in which 2 vectors breed. അതുപോലെ വരുന്ന 2 സിറ്റുവേഷൻസ് എഴുതുക. റൈറ്റ് 2 പ്രിക്വേഷൻ ടു അവോയ്ഡ് മോസ്കിറ്റോ ബൈറ്റ്. അപ്പോൾ കൊതുകടി കൊള്ളാതിരിക്കാനുള്ള 2 കൊതുക് നമ്മുടെ ബൈറ്റ് ചെയ്യുന്നത് തടയാൻ വേണ്ടി 2 പ്രിക്വേഷൻസും എഴുതുക. സി ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദി സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസസ് ഗിവൺ ബിലോ. ചൂസ് ദ റൈറ്റ് വൺ. അപ്പോൾ അസുഖങ്ങൾ പകരുന്നതിൻ്റെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് 4 തന്നിരിക്കുന്നത്. ഇതിൽ കറക്റ്റ് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യത്തെ, ട്യൂബർകുലോസിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ദ ഡിസീസ് ട്രാൻസ്മിറ്റഡ് ത്രൂ എയർ. 2, വേം ഡിസീസ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ഫുഡ്. Third, leprosy is transmitted by human beings. Fourth, dengue fever is transmitted through contaminated water. Option A 1 and 2 correct. Option B 1 and 3 correct. Option C വരുന്നത് 1 and 4 correct. Option D വരുന്നത് 2 and 4 correct. ഏതെങ്കിലും 2 ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഉണ്ടാവും കേട്ടോ. അടുത്തത് നമുക്കൊരു ഫുഡ് വെബ് തന്നിട്ടുണ്ട്, അതിനെ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ആക്ടിവിറ്റി 3 നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 ഫുഡ് ചെയിൻസ് ഫ്രം ദി ഫുഡ് വെബ് ഗിവൺ ബിലോ. 2 ഫുഡ് ചെയിൻ ഉണ്ടാക്കുക. ബി, വിച്ച് വൺ ഇസ് ദ ഫസ്റ്റ് ലിങ്ക് ഇൻ എ ഫുഡ് ചെയിൻ. ഒരു ഫുഡ് ചെയിനിലെ ഫസ്റ്റ് ലിങ്ക് ആരായിരിക്കും എഴുതുക. സി, വാട്ട് ആർ ദ പ്രോബ്ലംസ് കോസ്ഡ് ടു ദ എൻവയോൺമെന്റ് ബൈ ദ ഡിസപ്പിയറൻസ് ഓഫ് സ്നേക്ക് ഫ്രം ദ ഫുഡ് വെബ് ഗിവൺ ഹിയർ. അപ്പോൾ ഈ ഫുഡ് വെബിൽ പാമ്പിനെ തന്നിട്ടുണ്ട്. പാമ്പ് ഈ ഫുഡ് വെബിൽ നിന്ന് ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ പരിസ്ഥിതിക്ക് സംഭവിക്കുക എന്ന് എഴുതുക. അടുത്തത് ആക്ടിവിറ്റി 4, ഒരു ചിത്രം തന്നിട്ടുണ്ട് ഒരു ചെടിയുടെ. അതിനെ തുടർന്ന് എ ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ അറേഞ്ച്മെന്റ് of leaves in the plant given in the picture. Name 2 other plants in which leaves are arranged in the same manner. ഓക്കെ, അപ്പോൾ ഇതിൽ ലീവ്സിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. ഇതേപോലെ തന്നെ അറേഞ്ച്മെൻറ്റ്സ് വരുന്ന അടുത്ത 2 പ്ലാന്റ്സിൻ്റെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ബി ക്വസ്റ്റ്യൻ, വാട്ട് അഡ്വാൻറ്റേജസ് ഡു ദ പ്ലാന്റ്സ് ഗെറ്റ് ഫ്രം ദിസ് കൈൻഡ് ഓഫ് ആൻ അറേഞ്ച്മെൻറ്റ്. ഈ കൈൻഡ് ഓഫ് അറേഞ്ച്മെൻറ്റിലുള്ള ലീവ്സിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടാവും എന്നുള്ളത് എഴുതുക. അടുത്തത്, ദ ഇലസ്ട്രേഷൻ ഗിവൺ ബിലോ ഇൻഡിക്കേറ്റ്സ് ദ കമ്പോണൻസ് നീഡഡ് ഫോർ ഫോട്ടോസിന്തസിസ്. ABCD തന്നിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യുക കേട്ടോ. Activity 5, a question, 2 children had mingled fully with a child who was affected with contagious fever. Only one child got affected with fever, but the other child was not affected. Why? ഒരു 2 കുട്ടികൾ എന്ത് ചെയ്തു, ഒരു പനിയുള്ള കുട്ടിയുമായിട്ട് അടുത്ത് ഇടപഴകി. പക്ഷേ അതിൽ ഒരു കുട്ടിക്ക് പനി വന്നു, മറ്റേ കുട്ടിക്ക് പനി വന്നില്ല. എന്തുകൊണ്ട്? അടുത്തത് ബി, കംപ്ലീറ്റ് ദ ടേബിൾ ആണ്. നെയിം ഓഫ് വാക്സിനും ഡിസീസും. BCG വാക്സിൻ ഏത് അസുഖത്തിനാണ് എടുക്കുക, പോളിയോ വാക്സിൻ, MR വാക്സിൻ ഏത് അസുഖത്തിനാണെന്ന് എഴുതിയാൽ മതി. സി ക്വസ്റ്റ്യൻ, വിച്ച് വാക്സിൻ ഈസ് ടു ബി ടേക്കൺ അറ്റ് ദ ഏജ് ഓഫ് 10 വയസ്സിൽ എടുക്കുന്ന വാക്സിൻ ഏതാണെന്ന് എഴുതുക. ആക്ടിവിറ്റി 6, ഒബ്സർവ് ദ പിക്ചർ ആണ്. അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. എ ക്വസ്റ്റ്യൻ, നെയിം ദ പ്ലാന്റ് വിച്ച് ഗ്രോസ് ക്ലിങ്ങിങ് ടു ദ ബ്രാഞ്ച് ഓഫ് ദ മാംഗോ ട്രീ. റൈറ്റ് ദ കോമൺ നെയിം ഓഫ് സച്ച് പ്ലാന്റ്സ്. അപ്പോൾ ഈ ഒരു ചെടി മാങ്ങമരത്തിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മാവിലൊക്കെ പറ്റിപ്പിടിച്ച് വളരുന്നത്. ഇതിൻ്റെ പേര് എഴുതുക. ബി, ദ ഫീച്ചേഴ്സ് ഓഫ് ഫ്രൂട്ട്സ് ഓഫ് ദിസ് പ്ലാന്റ് ആർ ഗിവൺ ബിലോ. ചൂസ് ദ റൈറ്റ് വേർഡ്സ്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട് 4 അതിൽ കറക്റ്റ് ആയത് ചൂസ് ചെയ്യുക. സി ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ഹാപ്പൻ ടു ദ മാംഗോ ട്രീ ഇഫ് ലൊറാന്തസ് ഗ്രോസ് ഓൺ ഇറ്റ്. മാംഗോ ട്രീയിൽ ലൊറാന്തസ് എന്ന് പറഞ്ഞൊരു ചെടി വളർന്നാൽ എന്ത് സംഭവിക്കും? വൈ, എന്തുകൊണ്ടെന്ന് എഴുതുക. ആക്ടിവിറ്റി 7, നമുക്ക് കീപ്പ് എവേ ഡിസീസസിൽ കുറച്ച് ഡിസീസസിൻ്റെ പേര് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ എ കോളം ബി കോളത്തിലേക്ക് എന്ത് ചെയ്യണം, കാറ്റഗറൈസ് ചെയ്ത് എഴുതുക കേട്ടോ. ബി ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 ways by which contagious diseases are transmitted. അപ്പോൾ കണ്ടേജിയസ് ഡിസീസസ് പകരുന്ന 2 രീതികൾ എഴുതുക. സി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിംസ് ഓഫ് എനി 2 contagious diseases affecting plants. അപ്പോൾ പ്ലാന്റ്സിനെ ഇതുപോലെ അഫക്റ്റ് ചെയ്യുന്ന കണ്ടേജിയസ് ഡിസീസസ് ഉണ്ട്, അതിൻ്റെ പേരുകൾ എഴുതുക. ഓക്കെ,
അപ്പോൾ നമുക്ക് 7 ആക്ടിവിറ്റിയാണ്. നമുക്ക് ആൻസറിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലാഗ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ബോറായിട്ട് തോന്നും. അതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ആൻസർ കീ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കപ്പോൾ ആൻസർ കീ നോക്കാം. ആക്ടിവിറ്റി 1 2 ബോക്സ് തന്നിട്ടുണ്ടല്ലോ. അതിലൊന്ന് ലിവിങ് ഫാക്ടേഴ്സും ഒന്ന് നോൺ ലിവിങ്ങുമാണ്. അപ്പോൾ ലിവിങ്ങിനെ നമ്മൾ ബയോട്ടിക് എന്നും നോൺ ലിവിങ്ങിനെ അബയോട്ടിക് എന്നും ആണ് പറയുക. ലിവിങ്ങിൻ്റെ ബോക്സിൽ ഡ്രാഗൺ ഫ്ലൈ, ഫ്രോഗ്, ഫിഷ്, ജീവനുള്ളവ ജീവനില്ലാത്തവ കേട്ടോ. അപ്പം നോൺ ലിവിങ്ങിൻ്റെ ബോക്സിൽ സോയിൽ, വാട്ടർ, എയർ. ബി ക്വസ്റ്റ്യൻ ആൻസർ ഫുഡ് കാർഡ് ഓഫ് എൻ ഓർഗാനിസം. നമുക്ക് ഫ്രോഗിൻ്റെ ഫുഡ് കാർഡാണ് ഞാൻ കൊടുക്കുന്നത്. ഓർഗാനിസം ഫ്രോഗാണ്. ഫുഡ് എന്തൊക്കെ കഴിക്കും? ഇൻസെക്ട്സ് ലൈക്ക് ഡ്രാഗൺ ഫ്ലൈ, മോസ്കിറ്റോ ഇതിനൊക്കെ കഴിക്കും. ആക്ടിവിറ്റി 2 സിമിലർ സിറ്റുവേഷൻസ് ഫോർ 2 വെക്ടേഴ്സ് ബ്രീഡ്. ഏതൊക്കെയാണ് ആ സിമിലർ? സ്റ്റാഗ്നന്റ് വാട്ടർ ഇൻ ടയേഴ്സ് ആൻഡ് ഫ്ലവർ പോട്ട്സ്. മോസ്കിറ്റോ ബ്രീഡ് ചെയ്യും അവിടെ. അക്യുമുലേറ്റഡ് ഗാർബേജ് ആൻഡ് വേസ്റ്റ്, അടിഞ്ഞുകൂടി കിടക്കുന്ന വേസ്റ്റിൽ ഈച്ചകളൊക്കെ വന്ന് ബ്രീഡ് ചെയ്യും. ഈച്ചകളൊക്കെ പെരുകാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ. അടുത്തത് ബി 2 പ്രിക്വേഷൻ ടു അവോയ്ഡ് മോസ്കിറ്റോ ബൈറ്റ്. മോസ്കിറ്റോ ബൈറ്റ് നമുക്ക് എങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യാം? 2 സിറ്റുവേഷൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. മോസ്കിറ്റോ നെറ്റ് ഉപയോഗിക്കുക ഉറങ്ങുമ്പോൾ. വിയർ ലോങ് സ്ലീവ്ഡ് ക്ലോത്തിങ് ആൻഡ് ട്രൗസേഴ്സ് എസ്പെഷ്യലി ഡ്യൂറിങ് ഡസ്ക് ആൻഡ് ഡോൺ. ഓക്കെ, രാവിലെ പുലർച്ചെ നേരത്തും സന്ധ്യാസമയത്തുമാണ് ഏറ്റവും കൂടുതൽ കൊതുക് ഉണ്ടാവുക. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഫുൾ സ്ലീവ് ഒക്കെ ഇടാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. ആക്ടിവിറ്റി 3 സി ആണ് ആൻസർ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു, അതായത് 1 and 2 ആണ് കറക്റ്റ് കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി 4 എ ആൻസർ. ഒബ്സർവ് ദ അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഇൻ ദ പ്ലാന്റ് ഗിവൺ നെയിം ടു അതർ എന്നാണ്. അറേഞ്ച്മെന്റ് എങ്ങനെയാണ് വരുന്നത്? ഓപ്പോസിറ്റാണ് വരുന്നത്. അതിന് എന്താ പറയുക നമ്മൾ? ഫിലോടാക്സ്. ലീവ്സ് അറേഞ്ച് ഇൻ പെയേഴ്സ് ഓട്ട് ഈച്ച് നോഡാണ്. ഇങ്ങനെ വരുന്നത് ഗുവയിലും കാലോട്രോപ്പിസ് എന്ന് പറഞ്ഞ പ്ലാന്റിലും ഇതുപോലെ വരുന്നുണ്ട്. ഇത് ഇങ്ങനെ അറേഞ്ച്മെന്റിനുള്ള ഗുണങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. ദിസ് അറേഞ്ച്മെന്റ് അലോസ് ഫോർ മാക്സിമം എക്സ്പോഷർ ഓഫ് ലീവ്സ് ടു സൺലൈറ്റ്, ഒപ്റ്റിമൈസിങ് ഫോട്ടോസിന്തസിസ്, ഇറ്റ് ഹെൽപ്സ് ഇൻ എഫിഷ്യൻറ്റ് വാട്ടർ കളക്ഷൻ ആൻഡ് ഡ്രെയിനേജ്. ഏതെങ്കിലും ഇത് ഇത്രയും പോയിന്റ്സ് നിങ്ങൾ എഴുതണമെന്നില്ല, 2 പോയിന്റ്സ് എഴുതിയാൽ മതി കേട്ടോ. അടുത്തത് സി ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. നമുക്ക് ഒരു ചിത്രം തന്നിട്ട് ABCD. എ സൺലൈറ്റ്, ബി കാർബൺ ഡൈ ഓക്സൈഡ്, സി വാട്ടർ, ഡി റൂട്ട്സ് ഫോർ അബ്സോർബിങ് വാട്ടർ. ഫോട്ടോസിന്തസിസിന് ആവശ്യം എന്തൊക്കെയാണെന്നാണ് കേട്ടോ. അടുത്തത് ആക്ടിവിറ്റി 5 എ ക്വസ്റ്റ്യൻ. ഒരു കുട്ടിക്ക് പനി വന്നു, മറ്റേ കുട്ടിക്ക് പനി വന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ റീസൺ ദ ചൈൽഡ് ഹു വാസ് നോട്ട് അഫക്റ്റഡ് ലൈറ്റ്ലി ഹാഡ് ഡെവലപ്ഡ് ഇമ്മ്യൂണിറ്റി ടു ദ കണ്ടേജിയസ് ഫീവർ എയ്തർ ത്രൂ പ്രയർ എക്സ്പോഷർ ഓർ വാക്സിനേഷൻ. അപ്പോൾ പനി വരാത്ത കുട്ടിക്ക് നല്ല രീതിയിലുള്ള പ്രതിരോധ ശേഷി ഉണ്ടാവും, ഇമ്മ്യൂണിറ്റി ഉണ്ടാവും, രോഗപ്രതിരോധ ശേഷി എന്നാണ് പറയുക. അല്ലെങ്കിൽ ആ കുട്ടി വാക്സിനേഷൻ എടുത്തിട്ടുണ്ടായിരിക്കാം. ബി ക്വസ്റ്റ്യൻ നമുക്ക് പോളിയോ, ഓറൽ പോളിയോ വാക്സിൻ OPV ആണ്. നമുക്ക് ആ പോളിയോ വാക്സിൻ എന്തിനെടുക്കുക, അല്ല ഏത് ഡിസീസിനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബോക്സ് ഉണ്ടായിരുന്നില്ല, അതാണ് ഓറൽ പോളിയോ വാക്സിൻ. പിന്നെ MR വാക്സിൻ മീസിൽസ് റുബെല്ലയ്ക്ക് എടുക്കുന്നതാണ്. പിന്നെ സി ക്വസ്റ്റ്യൻ MR വാക്സിൻ എന്താണെന്ന് ചോദിച്ചാൽ MR വാക്സിൻസ് ജനറലി റെക്കമെൻഡഡ് അറൌണ്ട് 9 to 12 months ഓഫ് ഏജ് ആണ്. ആൻഡ് എ സെക്കൻഡ് ഡോസ് ഈസ് ഓഫൺ ഗിവൺ ലേറ്റർ. നോ സ്പെസിഫിക് വാക്സിൻ ഇസ് റൂട്ടീൻ ടേക്കൺ അറ്റ് എക്സാക്ട്ലി. 10 വയസ്സിൽ ഏത് എടുക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതിന് എക്സാക്ട് ആൻസർ പറയുന്നില്ല. ആക്ടിവിറ്റി 6 എ ക്വസ്റ്റ്യൻ. ദ പ്ലാന്റ് ഗ്രോയിങ് ക്ലിഞ്ചസ് ടു ദ മാംഗോ ട്രീ ഏതാണ്? ലൊറാന്തസ് ആണ്. അതൊരു പാരസൈറ്റിക് പ്ലാന്റ് ആണ്, അത്രയും മതി. പിന്നെ ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓൺലി 2 ഈസ് കറക്റ്റ് ആണ്. സി ക്വസ്റ്റ്യൻ ആൻസർ ലൊറാന്തസ് ഗ്രോസ് ഓൺ ദ മാംഗോ ട്രീ, ഇറ്റ് വിൽ നെഗറ്റീവ്ലി ഇമ്പാക്ട് ദി മാംഗോ ട്രീ. മാംഗോ ട്രീനെ നെഗറ്റീവായിട്ട് അത് ഇമ്പാക്ട് ചെയ്യും. ഇതൊന്നും ആവശ്യമില്ല കേട്ടോ, ഞാൻ പറഞ്ഞത് മാത്രം അതിൽ നോക്കിയാൽ മതി. ആക്ടിവിറ്റി 7 നമുക്ക് എ ക്വസ്റ്റ്യൻ ആൻസർ ആദ്യത്തെ ബോക്സിൽ കോളറ, ഡെങ്കു, ചിക്കൻ ഗുനിയ, COVID-19 ഒക്കെ വരും. സി അടുത്ത ബിയിൽ ക്യാൻസറും ഡയബറ്റീസും, അതുപോലെ സി ഹെഡേക്ക്, കൺജക്ടിവിറ്റീസ്, ഡി ജോണ്ടിസ്. അതിൽ ബി ക്വസ്റ്റ്യൻ നമുക്ക് 2 രീതിയിൽ കണ്ടേജിയസ് ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യും. എങ്ങനെയൊക്കെ ചോദിച്ചാൽ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് എൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ, ഇൻഡയറക്റ്റ് കോൺടാക്ട് ത്രൂ കണ്ടാമിനേറ്റഡ് ഒബ്ജക്ട്, എയർബോൺ ട്രാൻസ്മിഷൻ, വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ, കണ്ടാമിനേറ്റഡ് ഫുഡ് ഓർ വാട്ടർ. സി റൈറ്റ് ദ നെയിംസ് ഓഫ് എനി 2 കണ്ടേജിയസ് ഡിസീസ് അഫക്റ്റിംഗ് പ്ലാന്റ്സ്. അതായത് പ്ലാന്റ്സിനെ ബാധിക്കുന്ന കണ്ടേജിയസ് ഡിസീസ് ആണ് റസ്റ്റ്, സ്മട്ട്, ബ്ലൈറ്റ്, പൗഡറി മിൽഡ്യൂ, ബാക്ടീരിയൽ വിൽറ്റ് എല്ലാം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയുമാണ് നമുക്ക് വരുന്ന 7 ആക്ടിവിറ്റീസിന് ആൻസർ. ഇത് നിങ്ങൾക്ക് ചുരുക്കാൻ പറ്റും, ഞാൻ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഇതിൽ ആൻസേഴ്സ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക. ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.